ഇതാ എൻ്റർ ചെയ്തു. യാഹൂ! അങ്ങനെ 20ാമത്തെ കൺട്രി. എല്ലാവരും അടിപൊളി റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. സൂപ്പർ. അതൊരു വാച്ചിങ് ടവറാണ്. ആ ടവറിൻ്റെ മുകളിൽ കയറാൻ പറ്റും. ആ ബ്രിഡ്ജിൻ്റെ ഏറ്റവും ടോപ്പിൽ അവിടെ ഒരു റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്. എന്താ കഴിക്കാനുള്ളത് നോക്കട്ടെ. ഇതെങ്ങനെ ഇപ്പോൾ ഇവരോട് ചോദിക്കുക? ഇതിലൂടെയൊക്കെ സൈക്കിൾ അലൗഡ് ആണോ എന്ന് എനിക്ക് അറിയില്ല. ഞാൻ രണ്ടും കൽപ്പിച്ച് എടുക്കുന്നുണ്ട്. ഇതാണ് സ്ലോവാക്യയിലെ ആദ്യത്തെ രാജാവ് എന്നാണ് എനിക്ക് ഇവിടുന്ന് പറഞ്ഞു തന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് എനിക്കറിയില്ല. ഇത് സ്ലോവാക് കാസിലാണ്. സ്ലോവാക്യൻ കാസിൽ. നമുക്കൊന്ന് ജസ്റ്റ് ഉള്ളിൽ കയറി നോക്കാം. ഇവിടെ ടിക്കറ്റ്, ഹിസ്റ്റോറിക് മ്യൂസിയത്തിൽ കയറാൻ ടിക്കറ്റ് വേണം. ഇവിടെ ടിക്കറ്റ് വേണ്ടെന്ന് തോന്നുന്നു. Let's go inside. ഇതാണ് കാസലിന്റെ ഉൾവശം. ഇവിടെ ഉള്ളിൽ കയറാൻ 12 യൂറോ വേണം. 12 യൂറോ. എന്നാൽ മാത്രമേ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വിടുകയുള്ളൂ. നമുക്ക് ഇവിടം വരെ വരാനുള്ള ഫ്രീ ആണ്. This is the castle. Dome Museum entry 12 യൂറോ ആണ്. ഒരു ടിക്കറ്റ് ഇല്ലാതെ കയറാൻ പറ്റില്ല. ഇത് കാസലിന്റെ പഴയ ഇതാണ്. ഈ പോർഷനൊക്കെ പുതിയ കൺസ്ട്രക്ഷനാണ്. ഇതാണ് കാസലിന്റെ ഒറിജിനൽ. ഇതൊക്കെ കാസലിന്റെ ഒറിജിനൽ സംഭവങ്ങളാണ്. ഇതിന്റെ ഫ്രണ്ടിൽ ബ്യൂട്ടിഫിക്കേഷൻ വരുത്തിയ ഭാഗമാണ് ഈ കാണുന്നത്. ഇതൊക്കെ പുതിയതാ. എൻ്റെ പേര് ഫായിസ്. ഞാൻ കേരളത്തിൽ നിന്ന് ലണ്ടനിലേക്ക് സൈക്കിൾ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ 19ാമത്തെ രാജ്യമായിട്ടുള്ള സ്ലോവാക്യയിലാണ്. ഇന്ന് ഞാൻ ഓസ്ട്രിയക്ക് പോവുകയാണ്. ഓസ്ട്രിയ 20th കൺട്രിയാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 10-70 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ എത്തും. വളരെ അടുത്താണ്. ഓസ്ട്രിയ വിയന്നയിലേക്കാണ് പോകുന്നത്. ഇനി 3-4 ദിവസം വിയന്നയിലായിരിക്കും. ഞാൻ താമസിച്ച സ്ഥലം കേട്ടോ, ബ്രാറ്റിസ്ലാവ. നല്ല കാമൻ ക്വയറ്റായിട്ടുള്ള സ്ഥലമാണ്. ഇവിടുത്തെ സ്റ്റേ ഒക്കെ അറേഞ്ച് ചെയ്ത് തന്നത് പ്രയാഗ്, പിന്നെ അമർനാഥ്. അവരുടെ കൂടെയാണ് ഞാൻ താമസിച്ചത്. അവരുടെ ഫ്ലാറ്റിലാണ്. അമർനാഥ് നാട്ടിൽ പോയി 2 ദിവസം മുമ്പ്. പ്രയാഗ് ഇവിടെ ഉണ്ട്. ഉറങ്ങാണ്, എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ ഞാനിതാ ഇറങ്ങാൻ പോവാണ്. പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് എല്ലാം സെറ്റാണ്. ഇതാണ് താമസിച്ച ഫ്ലാറ്റ്. ഇവിടെ സോഫ കം ബെഡ് ഉണ്ട്. നല്ല അടിപൊളിയായിട്ട് കിടന്നുറങ്ങി. ദിസ് ഇസ് കിച്ചൺ.
സൈക്കിൾ ഫുള്ളി ലോഡഡാണ്. ഇനി നമുക്ക് യാത്ര പുറപ്പെടാം. സമയം ഏകദേശം 7:45. നമുക്ക് യാത്ര പുറപ്പെടാം കേട്ടോ. എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്, ഒന്നും മറന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് പ്രയാഗിനെ വിളിച്ചിട്ട് ബൈ ബൈ പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രയാഗ് ബൈ. പുള്ളിയാണ് എനിക്ക് ഇവിടെ സ്റ്റേ കാര്യങ്ങളൊക്കെ സെറ്റാക്കി തന്നത്. എന്തായാലും ഒരുപാട് താങ്ക്സ് അമർനാഥിനോടും. താങ്ക്സ്. ഓക്കെ ഓക്കെ, ബൈ ബൈ. താങ്ക് യു. ലിഫ്റ്റിലേക്ക് കയറാം. അപ്പോൾ ഇതായിരുന്നു ഞാൻ താമസിച്ച അപ്പാർട്ട്മെൻറ്റ്, 3-ാമത്തെ നില. ഇനി നേരെ വിയന്നയ്ക്ക് കേട്ടോ. ഏത് വഴിക്കാണ് പോകേണ്ടതെന്ന് അറിയില്ല, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ ഗൂഗിൾ മാപ്പ് എടുത്തിട്ട്. നല്ല വിശപ്പുണ്ട് രാവിലെ തന്നെ. എന്തെങ്കിലും കഴിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. തുടങ്ങിയിട്ടേ ഉള്ളൂ. തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ഷോപ്പ് ഉണ്ട്. ഇവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുമോ നോക്കാം. ഇവിടെ ഒരു ഔട്ട്ലെറ്റ് കാണുന്നുണ്ട്. എന്താ കഴിക്കാനുള്ളത് നോക്കട്ടെ. ഇതെങ്ങനെ ഇപ്പോൾ ഇവരോട് ചോദിക്കുക? ഇപ്പോൾ തൽക്കാലം ക്രോയ്സൺ വാങ്ങിയിട്ടുണ്ട്. ക്രോയ്സൺ എന്താണ്? ഉള്ളിൽ ചോക്ലേറ്റ് ഉണ്ടോ? കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ മുമ്പ് ഒരുപാട് തവണ നോക്കിയൊരു സീറ്റ് ഇതാ, കുട്ടികളെ ഇരുത്താൻ പറ്റിയ സീറ്റാണ്. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ കാണുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ ഇതൊന്നും കിട്ടാനുമില്ല, ആരും ഉപയോഗിക്കുന്നുമില്ല. വളരെ കുറവ് ആളുകൾ യൂസ് ചെയ്യുന്നു. ഇവിടെ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്, കുട്ടികളെയും കൊണ്ട് പുറത്തു പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബൈ ബൈ ബ്രാറ്റിസ്ലാവ. നല്ല ക്ലൈമറ്റ്, നല്ല തണുപ്പുണ്ട്. ഓ, വീണ്ടും സിറ്റിയിലേക്കാണ് വരുന്നത്. സിറ്റി ടച്ച് ചെയ്തിട്ട് വേണം പോവാൻ. സ്ഥിരം വരുന്ന റൂട്ടാണ് അത്. ഓൾഡ് ടൗണിലേക്ക് പോകുന്ന റൂട്ടാണ്. ഓൾഡ് ടൗൺ. വീണ്ടും സിറ്റിയിലേക്കാണ് വരുന്നത്. സിറ്റി ടച്ച് ചെയ്തിട്ട് വേണം പോവാൻ. സ്ഥിരം വരുന്ന റൂട്ടാണ് അത്. ഓൾഡ് ടൗണിലേക്ക് പോകുന്ന റൂട്ടാണ്. ഓൾഡ് ടൗൺ. ഇവിടെയൊക്കെ സൈക്കിൾ അലൗഡ് ആണോ എന്ന് എനിക്ക് അറിയില്ല. ഞാൻ രണ്ടും കൽപ്പിച്ച് എടുക്കുന്നുണ്ട്. എനിക്ക് ഈ റോഡ് കണ്ടിട്ട് ഡൗട്ടുണ്ട്. വേഗം വിടാം. ഇവിടുന്ന് ഓസ്ട്രിയ ബോർഡറിലേക്ക് ഒരു 10 കിലോമീറ്ററൊക്കെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ ഓസ്ട്രിയയിലേക്ക് എൻ്റർ ചെയ്യും. പിന്നെ അവിടുന്ന് ഒരു 50 കിലോമീറ്റർ, 50 കിലോമീറ്റർ വിയന്നയിലേക്ക്. നമ്മൾ ദന്യൂബ് റിവർ ക്രോസ് ചെയ്യാണ് കേട്ടോ.
ഇതാ ഞാൻ ബോർഡറിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ആ ചുവന്ന ബിൽഡിംഗ് ഇല്ലേ, നേരെ കാണുന്ന അതിൻ്റെ അപ്പുറത്ത് ഓസ്ട്രിയ ആണ്. ഇവിടെ ഒരു സൈക്കിൾ പാത്ത് ഉണ്ട്. ഇനി അങ്ങോട്ട് ഫുള്ള് സൈക്കിൾ പാത്ത് ഉണ്ട് എന്നാണ് ഞാൻ കേട്ടത്, അറിയില്ല. സ്ലോവാക്യയിൽ സൈക്കിൾ പാത്ത് കുറവാണ്. ഹംഗറിയിൽ കുറച്ചുണ്ടായിരുന്നു, ഒരു 75% സൈക്കിൾ പാത്ത് കിട്ടി. ഇനി ഓസ്ട്രിയ കംപ്ലീറ്റ് സൈക്കിൾ പാത്ത് ഉണ്ട് എന്നാണ് കേട്ടത്. നമുക്ക് ഇങ്ങനെ നോക്കാം, അതാവുമ്പോൾ സേഫാ, റിലാക്സ് ചെയ്ത് പോവാം. ട്രക്കൊക്കെ അടുത്തൂടെ പോകുമ്പോൾ പേടിയാ. യെസ്, എമിഗ്രേഷൻ. ഇവിടെ ഇമിഗ്രേഷൻ ഒന്നും ഇല്ലല്ലോ, ഓപ്പൺ അല്ലേ. പക്ഷെ ഇവിടെ എന്തോ ഒരു ഗേറ്റ് ഒക്കെ കാണുന്നുണ്ട്, നോക്കാം. വാട്ട് ഈസ് ദിസ്? അങ്ങനെ സക്സസ്ഫുള്ളി ഞാനിതാ ഓസ്ട്രിയയിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട്. ആ കാണുന്നത് റിപ്പബ്ലിക് ഓസ്ട്രിച്ച് എന്നാണ് പറയാ, ഓസ്ട്രിയ എന്നല്ല. ഇവിടെ ഉള്ളവർ അങ്ങനെയാ പറയാ. അപ്പോ ഞാനിതാ എൻ്റർ ചെയ്തു. അങ്ങനെ 20ാമത്തെ കൺട്രി. നല്ല കാറ്റുണ്ട്, മിക്കവാറും സൈക്കിൾ പോ വീഴും. നാട് നോക്കി വേണ്ട, വീണാ പണിയാവും. അപ്പൊ അതാണ് റോഡ്. ഹൈവേ വേറെ ഉണ്ട്, പക്ഷെ എനിക്ക് ഹൈവേ എടുക്കാൻ പറ്റില്ല. ഇതാണ് ചെറിയ സെക്കൻഡ് റോഡ്. സെക്കൻഡ് റോഡിന് പാരലായിട്ട് ഇങ്ങനെ സൈക്കിൾ പാത്ത് ഉണ്ട് എന്നാണ് പറഞ്ഞത്. എനിക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ശരി, നമുക്കിനി ഒരാഴ്ച ഇനി വിയന്നയിലെ കാഴ്ചകള്, ഓസ്ട്രിയയിലെ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യാം, മാക്സിമം പ്ലീസ്. എങ്ങനെ പറയണമെന്ന് അറിയില്ല, ഞാൻ ഒരുപാട് വീഡിയോയിൽ റിക്വസ്റ്റ് ചെയ്താണ്, പക്ഷെ സപ്പോർട്ട് വളരെ കുറവാട്ടോ കിട്ടുന്നത്. നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു കമന്റ് ഇടുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഒരു കമന്റ്, ഒരു ലൈക്ക് ഒക്കെ ചെയ്യുന്നത് എനിക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. അതുകൊണ്ടാണ്, നിങ്ങൾ ഒന്നും വിചാരിക്കേണ്ട. നിങ്ങൾക്ക് ഒന്ന് പ്ലീസ്, ഞാൻ ഇനി പറഞ്ഞ് ഇത് ഓസ്ട്രിയയിലൊരു ചെറിയൊരു സിറ്റിയാണ്. ഈ സിറ്റിയുടെ പേര് സോറി, ഇവിടെ എവിടെ എഴുതി വെച്ചിട്ടുണ്ടോ? അടിപൊളി സിറ്റിയാണ്, ചെറിയ, വാവ്, ബ്യൂട്ടിഫുൾ. Skrenite desno. ഒരുപാട് സൈക്ലിസ്റ്റുകളുണ്ട്. ഇതൊരു പഴയ സിറ്റി കേട്ടോ, ഇവിടെ എന്തൊക്കെയോ ഉണ്ട്. ഇവിടെ കുറേ സൂപ്പർ മാർക്കറ്റ് ഉണ്ടല്ലോ. ബില്ലുണ്ട്, സ്പാറുണ്ട്, ലിഡ് ഉണ്ട്. ചെറിയൊരു സ്ഥലമാണ്, പക്ഷെ സൂപ്പർ മാർക്കറ്റുകൾ കൊണ്ടൊരു കളിയാണ്. അടിപൊളി സ്ഥലം.
മെയിൻ റോഡിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങാനാണ് കാണിക്കുന്നത് ഗൂഗിൾ മാപ്പ്. ഗൂഗിൾ മാപ്പിനെ വിശ്വസിച്ച് ഞാനൊരു വട്ടം പോയിട്ട് കാട്ടിലേക്കാണ് എത്തിയത്. കാട് വഴിയാണ് റൂട്ട് കാണിച്ചത്. ഇതിനായിരിക്കും വഴി എന്ന് വിചാരിക്കുന്നു.